സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിന് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി നിർവഹിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക സഹകരണം ഞങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കാലാകാലങ്ങളിൽ പറയുന്നതാണ്, നഗരത്തിലേക്ക് കടന്നു വരുന്ന പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് കണ്ണൂർ പട്ടണത്തിന് ഒരു മാറ്റവും വരുന്നില്ല, ഒരു മാറ്റവും ഇല്ല എന്നുള്ള ഒരു പരാതി എപ്പോഴും കേൾക്കാറുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ചൊവ്വ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ മാറ്റം, ഇനി നമ്മൾ മേലെ ചൊവ്വ വരെ ഡിവൈഡറിൽ ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഡിവൈഡറിൽ അപകടം പതിവായ ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് നാഷണൽ ഹൈവേയോട് പെർമിഷൻ വാങ്ങിക്കൊണ്ട് ഡിവൈഡറിൽ ലൈറ്റ് സ്ഥാപിക്കാൻ ഉൾപ്പെടെയുള്ള പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ താണ ജംഗ്ഷൻ വരെ എത്തിയിട്ടുണ്ട്. അവിടം വരെ നല്ല പ്രകാശപൂരിതമാണ്, പക്ഷെ അതിന് അപ്പുറത്തേക്ക് അതില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഡിവൈഡറിൽ കയറി അപകടം സംഭവിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നഗരത്തിൽ എത്തുന്നവർക്ക് ഒരു കാഴ്ചയാണ് എന്നുള്ളൊരു വിശ്വാസം തന്നെയാണുള്ളത്. ഒരു മാറ്റം കണ്ണൂരിലേക്ക് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ കോർപ്പറേഷന്റെ മുൻവശത്തും എല്ലാ സ്ഥലത്തും ഡിവൈഡറും അതുപോലെ ഫുട്പാത്തുകളും നല്ല മനോഹരമാക്കിയിട്ട് തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മള് പ്ലാസ ജംഗ്ഷൻ അതിന്റെ അടുത്ത മാസം തന്നെ അതിന്റെയും പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു പരിപാടി നമ്മുടെ ബഹുമാനപ്പെട്ട പുതിയ മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി കണ്ണൂരിലെത്തുകയും ആദ്യത്തെ പരിപാടിയിലുമാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ഈ ഒരു നഗര സൗന്ദര്യവൽക്കരണ ക്ലോക്ക് ടവറിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി മന്ത്രി കണ്ണൂരിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ സഹകരണം, സപ്പോർട്ട് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആളുകൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളാണ്. അപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായ സഹായ സഹകരണം ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. ഈ ഒരു വിശേഷം പറയാൻ